നമസ്കാരം. വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പേഴ്സ് വേഴ്സസ് ബ്രൈറ്റൺ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. എന്താണ് ഞാൻ പറയേണ്ടത്? ഫസ്റ്റ് ഹാഫിൽ 2-0 ലീഡ്. ഫുട്ബോൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ട് ഒരു കോച്ചിന് വേണ്ട ഒരു കാര്യമാണ്, റൈറ്റ്? അതുപോലും ഈ ആഞ്ച് പോസ്റ്റോകോഗ്ലുവിന് വരുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ലീഡുള്ള സമയത്ത് ഒരു മിനിമം ബേസിക് ഫോളോ ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് ഒരു മാനേജർ ചെയ്യേണ്ടത്. അതുപോലും പുള്ളി ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. ബ്രെൻഡൻ ജോൺസന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി കഴിഞ്ഞ 5 മത്സരങ്ങളായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒന്ന് പുറത്തു വന്നതോടെ പുതിയൊരു ബ്രെൻഡൻ ജോൺസനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാഡിസന്റെ ഗോള് വരുന്നു. 60% പൊസിഷൻ സ്പേഴ്സിന്റെ സൈഡിലായിരുന്നു. 8ഓളം ചാൻസുകൾ ഫസ്റ്റ് ഹാഫ് തന്നെ ക്രിയേറ്റ് ചെയ്തു. 1-2 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. നല്ലൊരു കളിയായിരുന്നു. എന്നാൽ ബ്രൈറ്റന്റെ സൈഡിൽ നിന്ന് കിടിലമായിട്ടുള്ള കൗണ്ടർ അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു. 2ഓളം ഷോട്ടുകൾ അവരുടെ സൈഡിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് 2-0 ലീഡ് സ്പേഴ്സിലുണ്ട്. ഹാഫ് ടൈം ആയതോടെ കളി മൊത്തം മാറി. ഈ സമയത്ത് സാധാരണ ഒരു ഫുട്ബോൾ മാനേജർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് ഹൈലൈൻ കളിക്കാതെ പുറകിലോട്ട് ഇറങ്ങി വരിക, ലെറ്റ് ദം അറ്റാക്ക് ദി ബോൾ, നമുക്ക് കൗണ്ടറിനുള്ള ചാൻസ് കിട്ടും. കാരണം ബ്രൈറ്റന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അവർ സ്കോർ ചെയ്യേണ്ടത്. അവരാണ് 2 ഗോളിന് പുറകിൽ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയോടെ ഇറങ്ങുക. അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി സ്പേഴ്സിന് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. 47 മിനിറ്റ് കഴിഞ്ഞിട്ട് 67 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു 20 മിനിറ്റിനുള്ളിൽ 3 ഗോളുകളാണ് ബ്രൈറ്റൺ അടിച്ചു കയറ്റിയത്. ഇവിടെ ഡിഫൻസിൽ 3-4 പേരുകൾ എടുത്തു പറയണം. നമ്മൾ ഉഡോജിന്റെ കാര്യം പറയാറുണ്ട്. പുള്ളിയുടെ മിസ്റ്റേക്കിൽ നിന്ന് ഒരു ഗോൾ ഉണ്ടായിരുന്നു. റൊമേറോയുടെ മിസ്റ്റേക്കിൽ നിന്ന് മറ്റൊരു ഗോൾ വന്നു. വാൻഡവന്റെ പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ വളരെ വളരെ മോശമായിരുന്നു. ഇങ്ങനെ ഹോൾ ഡിഫൻസ് ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ഇവിടെ ആഞ്ച് പോസ്റ്റോകോഗ്ലു ചെയ്യേണ്ടത് ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കോച്ച് എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക, ഡിഫൻസ് ഇറങ്ങി കളിക്കാൻ പറയുക, അല്ല അവരോട് പറയുക ബോൾ ഹോൾഡ് ചെയ്യാൻ പറയുക. പുള്ളി അവിടെ എന്നിട്ട് തലയാട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു പുള്ളി ഇപ്പോഴും ഓസ്ട്രേലിയൻ ലീഗാണ്, അല്ലെങ്കിൽ ഏതാ പറയുന്നത്, ഈ തേർഡ് ടയറിലുള്ള ലീഗാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. പ്രീമിയർ ലീഗിൽ ഇത്ര ഓപ്പൺ സ്പേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കയറി അറ്റാക്ക് ചെയ്യും. ഇപ്പൊ ബ്രൈറ്റന്റെ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. മിത്തോമ ശരിക്ക് പറഞ്ഞാൽ നമ്മളെ വെള്ളം കുടിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു 4-5 കിഡ്ലൻ പാസ് വന്നത് മിത്തോമയുടെ സൈഡിൽ നിന്നാണ്. പുള്ളി വളരെ കൃത്യമായിട്ട് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സെക്കൻഡ് ഹാഫിൽ കഴിഞ്ഞു. വെൽബാക്കിന്റെ ഗോൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ റൈറ്റ് വിങ്ങിൽ നിന്ന് 3 അറ്റാക്കുകൾ വന്നു. അത് ക്ലിയർ ആയിട്ട് ബോക്സിലേക്ക് എത്തിക്കാനും ബ്രൈറ്റന് കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ മറന്നുപോയോ, ടാക്ടിക്കലി പ്രശ്നം ഉണ്ടായിരുന്നോ, നമ്മൾ ബോളൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിക്കുന്ന കാഴ്ച കണ്ടു. ശരിക്കും പറഞ്ഞാൽ 70 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തിരിച്ചടിക്കാനുള്ള ഒരു ചാൻസ് പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ബോൾ ഹോൾഡ് ചെയ്യും, റൈറ്റ് വിങ്ങിലേക്ക് കൊടുക്കും, അവിടെ നിന്ന് കുറെ സമയം നോക്കി ഒരു ലോങ് ബോൾ കൊടുക്കും. ആ ലോങ് ബോൾ എവിടെ എത്തില്ല, അത് തിരിച്ച് ബ്രൈറ്റന്റെ കയ്യിൽ തന്നെ വരും. അവർ അറ്റാക്കിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. മറ്റ് 2 ഒഫൻസീവ് പ്ലെയറിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ടിമോ വേർണർ, പുള്ളിയുടെ കോൺട്രാക്ട് എന്തിനാണ് റിന്യൂ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 4-5 ഗോൾ അടിക്കാനുള്ള ക്ലിയർ കട്ട് ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി കട്ട് ബാക്ക് ചെയ്യുന്നില്ല. ആകെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുത്തു, അത് ബോക്സിൽ പോലും എത്തിയിട്ടില്ല. എന്താണ് അണ്ടർ കോൺഫിഡന്റ് ആയിട്ടുള്ള ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട് പോസ്റ്റോകോഗ്ലു ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊരു പ്ലെയറിന്റെ പേര് കുലുസെസ്കി ആണ്. കുലുസെസ്കി ഒക്കെ വളരെ വളരെ പ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു 4-5 മിസ് ഉണ്ടായിരുന്നു. ഇപ്പൊ മിസ്സായ തന്നെ ഇറങ്ങി വന്നിട്ട് ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി പുള്ളിക്കുണ്ട്. പുള്ളി അതൊന്നും ചെയ്യില്ല. ഒന്നുകിൽ കയ്യിൽ നിന്ന് ബോൾ പോയപ്പോൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും, മറ്റുള്ളവർ ഓടിപ്പിടിക്കുക എന്നുള്ള സിറ്റുവേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റണ് സെക്കൻഡ് ഹാഫിൽ തന്നെ ഒരു 3-4 ഗോളുകൾ മിസ്സായി പോയി. ഇല്ലെങ്കിൽ ഈ സ്കോർ ലൈൻ ഒരു 6-2 അല്ലെങ്കിൽ 6-3 പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബ്രൈറ്റൺ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫുട്ബോൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് കടയിൽ പോയി വാങ്ങിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ മൊറീഞ്ഞോ ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ സമയവും അറ്റാക്ക് ചെയ്ത് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത്രയ്ക്കും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പ്ലേയേഴ്സ് നിങ്ങൾക്ക് വേണം, ഡിഫൻസ് കിടുവായിരിക്കണം. ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഒരു ഫുൾ മാച്ചൊക്കെ ഈ ഒരു രീതി കളിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് സെൻസിബിൾ ആയിട്ടുള്ള കളി കളിക്കുക എന്നുള്ളതാണ്. അതായത് ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ നന്നായിട്ട് കളിച്ചു, 2 ഗോളിന്റെ ലീഡ് ഉണ്ട്,
ലെറ്റ് ദം അറ്റാക്ക്. അത് അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. നിങ്ങൾ ബോൾ ഹോൾഡ് ചെയ്യേണ്ട. ബോള് ഇല്ലാതെ തന്നെ, പൊസിഷൻ ഇല്ലാതെ തന്നെ നന്നായിട്ട് കളിക്കുന്നത് പലപ്പോഴും നമ്മൾ പല ടീമുകളുടെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ഡിഫെൻസീവ് ലോ ബ്ലോക്കിലേക്ക് പോകണമെന്നല്ല പറയുന്നത്. എന്നിട്ട് പോലും ഇതുപോലെ ഓപ്പൺ അപ്പ് ആയിട്ട് ബ്രൈറ്റനോട് നിങ്ങൾ അടിച്ചോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്തായാലും സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പല മത്സരം നോക്കിയാലും ഇപ്പോൾ ലെസ്റ്ററിനെതിരെയുള്ള മത്സരത്തിൽ കണ്ടു, നന്നായിട്ട് കളിച്ചു, പക്ഷെ നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. ന്യൂകാസിനെതിരെ നന്നായിട്ട് വന്നു, അവസാനം കൗണ്ടർ അറ്റാക്ക് വന്ന് നമ്മൾ തോറ്റു. ഇതൊക്കെ കണ്ടിട്ട് പോലും പുള്ളി പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്തായാലും മറ്റ് 2 മത്സരങ്ങൾ നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡ്രോയിലൂടെ മുമ്പോട്ട് പോയി. അപ്പോൾ ചെൽസിയും ഇന്ന് ഡ്രോ ആവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. പക്ഷേ സ്പേഴ്സിന് ജയിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.